ഹായ്, രുചിക്കൂട്ടിലെല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഇവിടെ അച്ചാറിടാൻ പോണേ കേട്ടോ. എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. 2 കിലോ മാങ്ങയാണ്, ഉപ്പിലിട്ടതാണ്. നല്ല പുളിയ മാങ്ങയാണ്. ഈ കളർ നോക്കണ്ട കേട്ടോ, ഒരു സെൻസ് ആണ് ഇത്. ഞാൻ ആദ്യം ഗ്രേവി ഇല്ലാതെ ഒരു പെരണ്ടിരിക്കും, ഉണക്ക അച്ചാർ പോലെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കാനാണ്. അപ്പം എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. ഓർഡർ അനുസരിച്ചിട്ടാണ് കൊടുക്കണത്. പറയുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കും. നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, ചെമ്മീൻ, ചൂര. ഓർഡർ പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ അച്ചാർ വരും കേട്ടോ. 2 ദിവസം പിടിക്കുക അച്ചാർ ഒന്ന് സെറ്റാവും. ആവശ്യക്കാർ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ഫോൺ നമ്പർ 8129528376. നമ്പർ ഒന്നുകൂടെ പറയാം, 8129528376. 100 ഗ്രാം തൊട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ട 2 കിലോ മാങ്ങയാണ്. അപ്പം കടുകും ഉലുവയും കൂടെ വറുത്ത്, ഒരുപാട് പൊടിക്കരുത് കേട്ടോ. ഒരുപാട് പൊടിഞ്ഞാൽ കഴിക്കും. ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാം. പിന്നെ കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ്. സാധനമാണ്. നമുക്ക് ഫസ്റ്റ് ഞാൻ 1 ഗ്ലാസ് ഓയിലാണ് ഇത് ചെയ്യണത്. ഇത് സെറ്റായി നാളെ 1 ഗ്ലാസ് നല്ലെണ്ണയും കൂടെ ഇത് ചേർക്കും. ഇപ്പോൾ ഓയിലിൽ ചെയ്ത് വയ്ക്കും. പിന്നെ നാളെ ഒന്ന് അരപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ പിന്നെ 1 ഗ്ലാസ് നല്ലെണ്ണ തിളപ്പിച്ച് തണുപ്പിച്ച് ഒഴിച്ചു വയ്ക്കും കേട്ടോ. അതിനാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് ഈ ഓയിൽ ഒഴിക്കാം. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ വേപ്പരോ ഒന്നും ചേർക്കുന്നില്ല. ഈ മാങ്ങയിൽ അരപ്പ് ഇങ്ങനെ പെരണ്ടിരിക്കും, ഉണക്കച്ചാർ പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാട്ടോ അത്. ഇതിൻ്റെ അകത്ത് ഉപ്പിലിട്ട വെള്ളവും കൂടി ഉണ്ട്. ഈ മൺകലത്തിലാണ് ഞാൻ അച്ചാറിട്ട് വെക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടാവേ. അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉപ്പിടാം. അപ്പം നമുക്ക് മുളക് പൊടി കരിഞ്ഞു പോകുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒന്ന് നല്ലപോലെ ചൂടാക്കി തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാവേ. പിന്നെ തീയുടെ ആവശ്യമില്ല. അച്ചാറ് പല രീതിയിലും ചെയ്യും കേട്ടോ. ഞാൻ ഇത് ഈ സൈസിൽ നിന്നല്ല, ഒരുപാട് വെറൈറ്റി അറിയാം. അപ്പോൾ ഒരുപാട് ആവശ്യമുള്ള മുളക് പൊടിയാണ്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 1/4 കിലോ മുളക് പൊടി ഇടുന്നുണ്ട്. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ മതിയേ. ഇതിൽ നല്ല ഇൻഡക്ഷൻ കുക്കറാണ്, ഗ്യാസില്ലാത്തതുകൊണ്ട്. 35 ദിവസമായി ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഒരു കുറ്റിയുള്ള. അപ്പം ഇത് മാത്രം ചൂടായാൽ മതി കേട്ടോ. നമുക്ക് കാണുന്ന ആൾക്കാർ മോശമാണെങ്കിലും മോശം കമൻ്റ് ആണെങ്കിലും ഇല്ലട്ടോ, ഒരു കമൻറ്റും ഇല്ല. കായപ്പൊടി 1 ടീസ്പൂണ്. നമുക്ക് മാങ്ങ ഇതിലിടാം കേട്ടോ. അതിന് ശേഷം പൊടിച്ച ഇതിടുള്ളൂ.
ഉപ്പ് ചേർക്കാം. ഉപ്പിലിട്ടായതുകൊണ്ട് നമുക്ക് പാത്രം ചെറുതായിട്ട് പാത്രം ഇത്തിരി ചെറുതായിട്ട് വെച്ച് വെക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊന്ന് പാത്രം മാറ്റാവേ. പാത്രം ചൂടാക്കാം. ഈ മാങ്ങ ഇതിലിടാവേ. ഇത് നമുക്ക് ഇതിലൊഴിക്കാവേ. പാത്രം ഇത്തിരി ചെറുതായി. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ അലുമിനിയം പാത്രം ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് സ്റ്റീൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാർ തണുത്ത് കഴിയുമ്പോൾ ഞാൻ മൺകലത്തിൽ കെട്ടി വെക്കും. നാളെ ഒരു ഗ്ലാസ് നല്ലെണ്ണ നല്ലപോലെ തിളപ്പിച്ച് ഒഴിക്കും കേട്ടോ. അതിൽ നമുക്ക് ഉലുവയും ഇതും കടുവും വറുത്ത് പൊടിച്ചത് ഇത് രണ്ടും കൂടെ ഒരു 100 ഗ്രാമാണ് കേട്ടോ. ഒരുപാട് പൊടിയത്, ഒരുപാട് പൊടിഞ്ഞാൽ കഴിച്ചു പോകും കേട്ടോ. അച്ചാറ് ഒരുവിധം പോകുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം 5 മതി. എനിക്ക് 5 10 പോയാൽ മതി. ചെറിയൊരു വരുമാനം ആവുമല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഉലുവയും കടുവും നമ്മൾ പൊട്ടിച്ചിട്ടിട്ടില്ലേ, അപ്പൊ ഇതൊന്നും കൂടെ തിക്കാവും കേട്ടോ. വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഒരു പുളിയുള്ളതുകൊണ്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വിനാഗിരി മതി കേട്ടോ. ഇത് ഒരുപാട് മാങ്ങ ഉപ്പിലിട്ടതല്ല, അപ്പൊ നമുക്ക് ഒരുപാട് തീയിലൊന്നും ചെയ്യണ്ട. ഇനി ഞാൻ എനിക്കിപ്പോ അടുത്ത ആഴ്ച കൊടുത്താൽ മതി കേട്ടോ. അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊടുത്താൽ മതി അവർക്ക്. അപ്പൊ 1/2 കിലോത്തിന്റെ 2 ഓർഡർ ഉണ്ട്. ഇത് ഞാൻ ഈ ഭരണിയിലാക്കി നല്ല തണുത്തതിന് ശേഷം ഭരണിയിലാക്കി കെട്ടി വെക്കാം കേട്ടോ. ഇപ്പൊ ഇത്തിരി ഗ്രേവിയുമായിട്ട് ഇരിപ്പുണ്ട്. ഈ ഉലുവയും കടുവൊക്കെ പൊടിച്ചിടുമ്പോൾ അതെല്ലാം മാങ്ങയൊക്കെ കയറി പിടിക്കുമ്പോൾ ചാറൊക്കെ അങ്ങോട്ടൊന്നും കുറയും കേട്ടോ. സൂപ്പർ കേട്ടോ. നമ്മുടെ അച്ചാറ് റെഡി. ഭരണിയിലായിട്ട് ഈ മൺകലത്തിലായിട്ട് വയ്ക്കണം കേട്ടോ. ഇതിലാണെങ്കിൽ ഉപ്പിലിട്ട് വെച്ചത്. കുറച്ച് കഴിയുമ്പോൾ ഇത്രയും ചാറൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇത്തിരി ചാറുണ്ട്. ഇത് കഴിയുമ്പോൾ ചാറ് ഇത്തിരി കൂടെ ഇതാവും. അരപ്പൊക്കെ കയറി പിടിച്ച് നാരങ്ങാച്ചാറ് കാണിച്ചു തരാവേ.
നാരങ്ങ അച്ചാർ കേട്ടോ, 150 ഗ്രാം. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസം കേട്ടോ. രുചി പിക്കിൾസ് ഒന്ന് ഇട്ടേക്കണം കേട്ടോ. ഇത് നെല്ലിക്ക, അത് 150 ഗ്രാം. നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ തീർന്ന്, വെളുത്തുള്ളിയൊക്കെ വില കൂടിയ കാരണം ഇപ്പം അങ്ങനെ ഇട്ടാൻ എൻ്റെ ഒരു മടി. ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇന്ന് കൊടുക്കാനുള്ളതാണ്. ഒരു 4 ഇത്രയും ഒന്ന് കൊടുക്കാനുള്ളത്. 2, 4, 6, 8 എണ്ണം ഇന്ന് ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് അച്ചാർ ഉണ്ടാക്കിയതൊക്കെ ഇതുപോലെയാണോ എല്ലാവരും ചെയ്യുന്നത്. ഞാൻ വേറൊരു രീതിയിലുണ്ടാകും കേട്ടോ. അതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് ഇത്തിരി ഗ്രേവിയോട് കൂടെ അങ്ങനെയും ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ. അവർക്ക് മാങ്ങയെന്ന് ഒരുപാട് അലിക്കാൻ പാടില്ല. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ പെട്ടെന്ന് അലിക്കില്ല. അടിപൊളി. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ചേട്ടാ ബൈ. നമ്മുടെ അച്ചാർ 2 കിലോ മാങ്ങ മേടിച്ചാൽ 1.5 കിലോ ഉണ്ടാവുള്ളൂ. ഇത് ഇച്ചിരി കഴിയുമ്പോൾ അവർ വന്ന് കൊണ്ടുപോകും. ചിലപ്പോൾ കൊണ്ടുപോയി കൊടുക്കണം. ഇതെങ്കിലും ചെറിയൊരു വരുമാനം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫ്രൂട്ട്സ് ഓരോ ഗ്ലാസ്സിലാക്കി ചിലപ്പോൾ ബീച്ചുകളിൽ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് വിൽക്കും. അവിടെ 1 കിലോ. എനിക്കങ്ങനെ നാണക്കേടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആരോടും കൈ നീട്ടരുത്. അധ്വാനിക്കുക. ആയുസ് ആരോഗ്യമുള്ളവർ അധ്വാനിച്ച് ജീവിക്കുക. ചിലപ്പോൾ ഞാൻ തോക്കുംപടിക്കൽ, പള്ളുരുത്തിയിൽ, അല്ല ഉത്സവ സ്ഥലത്തോ, പിന്നെ നമ്മുടെ കുണ്ടന്നൂർ അവിടെയൊക്കെ പോകും. കുണ്ടന്നൂരാകുമ്പോൾ നിന്നേനെ. അപ്പോൾ അവിടെ വേറൊരാളിടുന്നുണ്ട്. അപ്പം അതൊരു ചെറിയ ഇഷ്യൂസായി. ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, അവർ ജ്യൂസ്. ഞാൻ കൊടുക്കണേലും 20 രൂപ കൂടുതലാണ് അവർ കൊടുക്കണത്. അത് ഓരോരുത്തർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഓരോരുത്തർ ഇതാണ്. ഞാൻ 50 രൂപക്ക് പൈസ ഇല്ലാണ്ടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 40 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ കയ്യിൽ. അപ്പം ഞാൻ 50 രൂപയുടെ 40 രൂപക്ക് കൊടുക്കോട്ടോ. ഇല്ലാത്തവരൊക്കെ ഉണ്ടാകുക സാധാരണക്കാർ വെയിലത്തൊക്കെ അങ്ങനെ നടക്കുമ്പോൾ, ചേച്ചി എൻ്റെ കയ്യിൽ 40 ഉള്ളൂ, എനിക്ക് വാങ്ങിക്കണമെന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ സാരില്ല, അത് മതി എന്ന് പറയും. ചിലർക്ക് 45, ചിലർ 50 രൂപ തന്നെ, 50 രൂപക്ക് തന്നെ വാങ്ങിക്കും. പിന്നെ ചില സമയം ഫ്രൂട്ട്സിന് ഇത്തിരി വില കുറയണമെങ്കിൽ ഞാൻ 45 രൂപക്ക് വിൽക്കും. അപ്പോൾ ചില ആൾക്കാർ 50 രൂപ തന്നെ തന്നെ ചേച്ചി 50 എടുത്തോ, 5 രൂപ വേണ്ട എന്ന് പറയും. എന്നാലും വലിയ നഷ്ടവുമില്ല, വലിയ ലാഭമില്ല. എനിക്കൊരു ചെറിയൊരു വരുമാനവും. ഇതാണ് നമ്മുടെ അച്ചാർ. നല്ല രസമുണ്ട് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കറുകറാന്നിരിക്കണം, എന്നാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇത് 3 സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വാങ്ങിക്കും. ഒരുപാട് സപ്പോർട്ടാണ്ട്. അവർ വേണ്ടാന്ന് പറയില്ല. 2 എണ്ണമെങ്കിലും അവർ എടുക്കോട്ടാ. ഞാൻ കൊണ്ടുപോകുമ്പോൾ സഹതാപം കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്നെ കാണുമ്പോൾ ചേച്ചി പോലെ 2 എണ്ണം തന്നേരി ചിലപ്പോൾ. അപ്പം ഞാൻ അതനുസരിച്ചേ പോകൂല കേട്ടോ. എപ്പോഴും ഒന്നും കയറി ചെല്ലൂല. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകണമെന്ന് വിൽക്കോട്ടോ. അച്ചാറും ഫ്രൂട്ട്സും. ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് പോവും, ചിലപ്പോൾ അച്ചാറായിട്ട് പോവും. അപ്പം അങ്ങനെയൊക്കെ പോകണം എൻ്റെ ലൈഫ്. ഹാപ്പിയാണ്. സങ്കടമുണ്ട്, ഹാപ്പിയുമാണ്, എല്ലാമാണ്. പക്ഷെ കച്ചവടത്തിന് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഒരു സങ്കടമോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഞായറാഴ്ച ദിവസമൊക്കെ എറണാകുളം മറൈൻ ഡ്രൈവ് അതിൻ്റെ പേപ്പറും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മറൈൻ ഡ്രൈവ് ഫുഡിൻ്റെ, പിക്കിൾസിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചില ആൾക്കാർ പരിചയമുള്ളവരൊക്കെ വരുമ്പോൾ അച്ചാറ് കച്ചവടം തുടങ്ങിയ, ഫ്രൂട്ട്സ് കച്ചവടം തുടങ്ങി, അതിനൊക്കെ ചോദിക്കോട്ടോ. ആദ്യമൊക്കെ ഒരു ഇതായിരുന്നു, എനിക്ക് സങ്കടം വരും. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് 10 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ല. നമ്മൾ കഷ്ടപ്പെട്ട്
കിട്ടുന്ന ആ കാശിന് അത് വല്ലാത്തൊരു ഇതാണ്. ആരോടും 10 രൂപ, ആരോടൊന്നുമല്ല, ഹസ്ബൻഡും മക്കളൊക്കെയാണ് തന്നത്. എന്നാലും അവരോടൊന്നും ഇത് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാശ് എന്നോട് 10 രൂപ, അയ്യോ അമ്മ 50 രൂപ വേണമെന്നില്ല, കാശ് എൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കുന്ന 50 രൂപ, അപ്പം ഒരു സന്തോഷമല്ലേ. ഇതൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ ബൈ ബൈ. ഒരു കുട്ടി ബിസിനസ്.